എന്ത് പറ്റി? എന്തെങ്കിലും സ്വപ്നം കണ്ടോ? ഒന്നുമില്ല, നീ അറിയിക്കോ. ഏട്ടാ, ഹായ് മമ്മി ഡോൾ. ഹലോ, എന്താണ്? ഒളിതുകൊണ്ട് അച്ഛന് കൊടുക്കും. കൊടുക്കാം, പക്ഷെ പ്രശ്നം എന്താന്ന് ആദ്യം പറ. അച്ഛൻ ഇന്നലെ സ്വപ്നം കണ്ടു. നാളെ കഴിഞ്ഞ് വിഷുവാ. അമ്മയ്ക്ക് എന്തോ ടെൻഷൻ പോലെ. ഗുഡ് മോർണിംഗ് അച്ഛാ. ഹൗസ് എവരിത്തിങ്? അച്ഛാ, വിഷുവിന് എന്താ പരിപാടി? ഒന്ന് പുറത്തെവിടെയെങ്കിലും പോയാലോ? റിസോർട്ടിലോ മറ്റോ? നമുക്ക് ഇപ്രാവശ്യം മീനേച്ചറുടെ വീട്ടിൽ പോവാട്ടാ. അവരെത്ര നാളായിട്ട് നമ്മളെ വിളിക്കുന്നത്. അത് വേണ്ട, ചേച്ചി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിനെന്താ, അച്ഛന്റെ കുട്ടിക്കാലത്തെ കഥകളല്ലേ, എനിക്ക് കേൾക്കാൻ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? അല്ലെങ്കിൽ തന്നെ ബന്ധുക്കളും കൂട്ടുകാരും ഇല്ലാതെ ഈ അന്യനാട്ടില് എനിക്ക് മടുത്തു. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ. അവിടെ ആകുമ്പോൾ ഏട്ടനും ചേച്ചും തന്നെയല്ലേ ഉള്ളൂ. നമുക്ക് പോവാട്ടാ ഇപ്രാവശ്യം. പ്ലീസ് അച്ഛാ. പ്ലീസ് ഏട്ടാ. ഓക്കെ, ദേവു, ഇത് നോക്കിക്കോട്ടെ, അവര് എത്തി തോന്നും. ശരി ചേച്ചി. ആഹാ, എത്തിയോ? വാ വാ, കയറി വാ. എന്തൊക്കെ? സുഖായിരിക്കണം. ശ്രീകുട്ട, നീ എന്നോ മറന്നാ? നിന്നെ വിളിച്ച പോലും കിട്ടുന്നില്ലല്ലോ. പിന്നെ ഇടയ്ക്ക് ഇവളൊക്കെ വിളിക്കുന്നത് കൊണ്ട് വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. മോളെ എത്രയല്ല? മോളെ ഇരിക്കി. അതൊരു 5 മണിയൊക്കെ ആവും. നിങ്ങൾക്ക് കുടിക്കാൻ ചായ എടുക്കട്ടെ മോളെ? വേണ്ട ചേച്ചി, ഞങ്ങൾ വരുന്ന വഴിക്ക് കുടിച്ചതാ. എന്നാ ഉണ്ണിയപ്പം എടുക്കാം. ശ്രീകുട്ടന് ഇഷ്ടമാണല്ലോ ഉണ്ണിയപ്പം. അത് വേണം കഴിക്കാൻ. ദേവു, കുറച്ച് ഉണ്ണിയപ്പം എടുത്തോ. അത് പറഞ്ഞപ്പോഴാ, എടാ ശ്രീകുട്ട, കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഒരു പുതിയ ആള് വന്നിട്ടുണ്ട്. ഒരു സഹായത്തിന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. നീ അറിയോ അവരെ? നിനക്ക് ഓർമ്മയില്ലേ ശ്രീകുട്ട? അന്ന് കുളത്തിൽ നിന്ന് മരിച്ച നമ്മുടെ നന്ദുമോനെ, അവന്റെ മൂത്ത ചേച്ചിയാ ദേവയാനി.
എന്താ എന്ത് പറ്റി മോളെ? എനിക്കറിയില്ല ചേച്ചി, ഞാൻ കാണുമ്പോൾ മുതൽ ഇങ്ങനെയാ. ഞങ്ങൾക്ക് വിഷു എന്നും ഹോസ്പിറ്റലിലാണ്. രാവിലെ ആകുമ്പോൾ ചുട്ടുകൊള്ളുന്ന പനിയാണ്. എന്തോ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചു, പറയണ്ടേ. ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ പോട്ടെ ചേച്ചി. മോളെ, ചേച്ചി ഉണ്ടല്ലേ? ഇല്ല മോളെ, ഞാൻ ഓഫീസിലോട്ട് പോണ വഴിയാ. ഇവർക്ക് ശ്രീയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇവരെ ഇവിടെ ഒന്ന് ആക്കാൻ വേണ്ടി വന്നതാ. ചേട്ടനോട് അകത്തില്ല. എവിടെ? മോനെ ശ്രീകുട്ട, മോനെ ശ്രീകുട്ട, എന്താ നിന്റെ പ്രശ്നം? എന്താ നിന്നെ ഈ അലട്ടുന്നത്? ഈ ദേവേച്ചിയോട് പറ. നിനക്കറിയുമോ, ഇന്നലെ നിങ്ങൾ വന്നു പോയതിന് ശേഷം എനിക്ക് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. രാത്രി ഒരുപോലെ കണ്ണടക്കാൻ സാധിച്ചിട്ടില്ല. എന്തു പറ്റി? നിനക്കറിയുമോ, ഈ വിഷു ദിവസങ്ങൾ എന്റെയും തീരാവേദനയാണ്. നിന്റെ ചങ്കായിരുന്നില്ലേ അവൻ? എനിക്ക് മടുത്തു വെച്ചി. എനിക്ക് സാധനമെങ്കിലും ഒന്ന് പറയണം. അന്ന് നന്ദു നന്ദു എനിക്കറിയില്ല ചേച്ചി, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ എന്നും നീന്തി കുളിക്കാറുള്ള കുളമല്ലെന്ന് എനിക്കറിയില്ല ചേച്ചി. ഈശ്വരാ, ഞാൻ എന്തായി കേൾക്കുന്നത്? മോനെ, നീ അല്ലാതെ ചെയ്തത്. സത്യം ഞാൻ പറയാം. ഈ വേദന ഉള്ളിൽ വെച്ചോണ്ടാണോ മോനെ നീ ഇത്രയും നാൾ ജീവിച്ചത്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഈ ദേവേച്ചിക്കറിയാം സത്യം എന്താണെന്ന്. ഞാൻ പറയാം സത്യം. അന്ന് നിനക്ക് പിന്നാലെ തന്നെ നന്ദുമ്മൻ വീട്ടിലെത്തി. ഞങ്ങൾ എല്ലാരും ഉറക്കം പിടിച്ചിരുന്നു. രാത്രി മദ്യപിച്ചു വന്ന ഞങ്ങളുടെ അച്ഛൻ
ആ ദുഷ്ടൻ അകാരണമായി നന്ദുമോനെ തല്ലി പിഴച്ചുപോയ ഒരു അടിയുടെ ആഘാതത്തിലാണ് എന്റെ കുഞ്ഞ് പിടഞ്ഞു പിടഞ്ഞു മരിച്ചത്. ആ ദുഷ്ടൻ തന്നെയാണ് എന്റെ മകനെ കുളത്തിൽ കൊണ്ടിട്ടത്. ഇന്ന് ഈ ലോകത്ത് ആ സത്യം അറിയാവുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. ഇതെല്ലാം എന്റെ അമ്മ നിസ്സഹായതയോട് നോക്കി. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇന്ന് രാത്രി നീ സുഖമായി ഉറങ്ങും. ദേവേച്ചിയെ പറയുന്നത്. ഇന്ന് നിന്നോടൊപ്പം ഈ വീട്ടിൽ ദേവേച്ചി ഉണ്ടാവും. അത് നീയല്ലേ കണ്ണ വാനൊളി വന്ന കായാമ്പൂ കണ്ണ കാർമുകിൽ വർണ്ണ കാളിന്തിയോടുന്ന വീഥികളിൽ കാളിയനാടുന്ന കോലങ്ങളിൽ ആനന്ദ കണ്ണ കണ്ടു ഞാനിന്മയിലാട്ടം എൻ അഞ്ജന കണ്ണ കേട്ടു ഞാനിൻ വേണുഗാനം. അത് നീയല്ലേ കണ്ണ വാനൊളി വന്ന കായാമ്പൂ കണ്ണ കാർമുകിൽ വർണ്ണ. മോഹമുദിച്ചുവല്ലോ മനസ്സിൽ ദാഹമുണർന്നുവല്ലോ. മോഹമുദിച്ചുവല്ലോ മനസ്സിൽ ദാഹമുണർന്നുവല്ലോ. മോഹന കൃഷ്ണ നിന്നെ കാണുവാനായൻ മോഹം വളർന്നുവല്ലോ. മഴമേഘച്ചിന്തായി വരുമോ തോമന്തഹാസം തരുമോ മധുസൂദന മുകുന്ദ. മഴമേഘച്ചിന്തായി വരുമോ തോമന്തഹാസം തരുമോ മധുസൂദന മുകുന്ദ. അത് നീയല്ലേ കണ്ണ വാനൊളി വന്ന കായാമ്പൂ കണ്ണ കാർമുകിൽ വർണ്ണ. മഞ്ഞപ്പട്ടണിയാമോ മുടിയിൽ പീലിപ്പൂ ചൂടാമോ. മഞ്ഞപ്പട്ടണിയാമോ മുടിയിൽ പീലിപ്പൂ ചൂടാമോ. പാർത്തന്റെ തേരിനു തേരാളിയായ നീ ചാരത്തണയാമോ. മാനസ ചോര വരുമോ മനതാരിൽ പൂക്കൾ തരുമോ നിൻ ദർശനമരുളാമോ. മാനസ ചോര വരുമോ മനതാരിൽ പൂക്കൾ തരുമോ നിൻ ദർശനമരുളാമോ. അത് നീയല്ലേ കണ്ണ വാനൊളി വന്ന കായാമ്പൂ കണ്ണ കാർമുകിൽ വർണ്ണ കാളിന്തിയോടുന്ന വീഥികളിൽ കാളിയനാടുന്ന കോലങ്ങളിൽ ആനന്ദ കണ്ണ കണ്ടു ഞാനിന്മയിലാട്ടം എൻ
അഞ്ജന കണ്ണ കേട്ടു ഞാനിൻ വേണുഗാനം. അത് നീയല്ലേ കണ്ണ വാനുളി വന്ന കായാമ്പൂ കണ്ണ കാർമുകിൽ വന്ന